കണ്ണാടിയിൽ മുങ്ങിയ പീഡനക്കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ പാലക്കാടെത്തി. 14 ദിവസത്തെ ഒളിവ് ജീവിതം നയിച്ച MLA കുന്നത്തൂർമേട് ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കാലൻ കോഴിയെ പാലക്കാട് ജനതയ്ക്ക് വേണ്ടെന്ന പോസ്റ്ററുമായി BJP CPM പ്രവർത്തകർ പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ഒപ്പം ചേരുന്നു. അരുൺ, എവിടെ നിന്നോ വന്ന് പ്രത്യക്ഷപ്പെട്ട് വോട്ട് രേഖപ്പെടുത്തി ഒരു ചായ കുടിച്ച് വളരെ ലാഘവത്തോടെ ചിരിച്ച് പ്രതികരിച്ച് മടങ്ങിപ്പോവുകയാണ് രാഹുൽ. ഇനി എങ്ങോട്ടാണ് പോക്കെന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടോ? നിലവിൽ MLA ഓഫീസിനകത്ത് കയറി ഒരു മുറിക്കകത്ത് കയറി വാതിലടച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഏതായാലും കഴിഞ്ഞ 15 ദിവസമായി ഒളിവിൽ കഴിഞ്ഞ 2 ബലാത്സംഗ കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ 14 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടാണ് പാലക്കാട്ടേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പാലക്കാട് നിന്ന് മുങ്ങിയ രാഹുൽ ഇപ്പോൾ പാലക്കാട് തന്നെ പൊങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും കൃത്യം വൈകുന്നേരം ഒരു 4:40 രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വാഹനം പാലക്കാട് സുൽത്താൻപേട്ടയ്ക്ക് സമീപത്തുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിന് മുന്നിലേക്ക് എത്തുന്നത്. ആ സമയത്ത് അവിടെ UDF പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനെ ബൊക്കെ നൽകി സ്വീകരിക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. അതിനുശേഷം രാഹുൽ സ്കൂളിനകത്തേക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തി. കുന്നത്തൂർമേട് നോർത്ത് മണ്ഡലത്തിലാണ്, അല്ലെങ്കിൽ നോർത്ത് വാർഡിലാണ് രാഹുൽ വോട്ട് ചെയ്യുന്നത്. ആ കുന്നത്തൂർമേട് നോർത്ത് വാർഡിലെ ബൂത്ത് നമ്പർ 2 രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ആ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിനകത്തേക്ക് പ്രവേശിച്ചത്. അതിനുശേഷം ആ ബൂത്തിനകത്തേക്ക് കടന്ന് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ആ സ്കൂളിനകത്തേക്ക് കയറി ചെന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾ രാഹുലിനോട് ഇത്രയും ദിവസം എവിടെയായിരുന്നു, എന്തുകൊണ്ട് ഒളിവിൽ പോയി, നേരത്തെ പരാതികളൊന്നും തനിക്ക് നേരെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ രാഹുലല്ലേ ഇപ്പോൾ 2 ബലാത്സംഗ കേസിൽ പ്രതിയായിരിക്കുന്നു, പരാതികൾ ഉണ്ടായിരിക്കുന്നു. ഈ വിധമുള്ള ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം വന്ന് പ്രതികരിക്കാമെന്ന് പറഞ്ഞ് പോളിംഗ് ബൂത്തിനകത്തേക്ക് ചെന്ന് വോട്ട് രേഖപ്പെടുത്തി രാഹുൽ പുറത്തേക്ക് ഇറങ്ങുന്നു. ആ പുറത്തേക്ക് ഇറങ്ങിയ രാഹുലിന് പിന്നീട് കാണുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ സംരക്ഷണം ഒരുക്കുന്നതാണ്. അതായത് 4:40 രാഹുൽ മാങ്കൂട്ടത്തിൽ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിന് മുന്നിലേക്ക് എത്തുന്നുണ്ടായിരുന്നെങ്കിൽ അതിനൊരു 10 മിനിറ്റ് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മുമ്പ് തന്നെ പാലക്കാട് സൗത്ത് പോലീസും ഉൾപ്പെടെ ഈ സ്കൂളിന് മുന്നിൽ എത്തിയിരുന്നു. അതിനുശേഷം കൃത്യമായിട്ട് അവർക്ക് രാഹുൽ വരുന്നുണ്ട് എന്നുള്ള വിവരം ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം അവർ അവിടെ എത്തിയത്. അതിനുശേഷം വോട്ട് രേഖപ്പെടുത്തി പോളിംഗ് ബൂത്തിനകത്ത് ചെന്ന് വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് വരികയായിരുന്ന രാഹുലിന് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും പോലീസ് ഒരുക്കി നൽകുകയായിരുന്നു. ഇതിപ്പോൾ പാർട്ടിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള എൻട്രി ആണല്ലോ. കൃഷ്ണരാജ്, ഒരിക്കലും പാർട്ടിയെ വെല്ലുവിളിച്ചുള്ള എൻട്രി എന്ന് പറയാൻ പറ്റില്ല. കാരണം പാർട്ടിയുടെ കൂടെ അറിവോടുകൂടിയുള്ള എൻട്രി എന്ന് വേണം പറയാൻ. കാരണം ഇത്തരത്തിൽ രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ അത്തരത്തിലാണ്. കാരണം ഏത് പാർട്ടിയാണോ രാഹുലിനെ തങ്ങൾ പുറത്താക്കി, തങ്ങളുടെ പാർട്ടിയുടെ ഭാഗമല്ല, കൃത്യമായിട്ട് ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് തങ്ങൾക്ക് വ്യക്തമായി, ആ സാഹചര്യത്തിലാണ് തങ്ങൾ നടപടിയെടുത്തത് എന്നൊക്കെ എപ്പോഴാണോ പറഞ്ഞത്, അതേ വ്യക്തി തന്നെ, അതേ പാർട്ടി തന്നെ രാഹുലിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുകയായിരുന്നു. ഇത്രയും ദിവസം ഒളിവിൽ കഴിഞ്ഞതുൾപ്പെടെ ഈ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുടെ ഉൾപ്പെടെ അറിവോടുകൂടെ ആയിരുന്നു എന്ന് സംശയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ. കാരണം രാഹുൽ എന്ന ബലാത്സംഗ കേസിലെ പ്രതി, 2 ബലാത്സംഗ കേസിലെ പ്രതി ഇന്നിപ്പോൾ പാലക്കാട്ടേക്ക് തിരികെ എത്തിയ സമയത്ത് ബൊക്കെ നൽകിയാണ് ഈ കോൺഗ്രസ്സുകാർ സ്വീകരിച്ചത് എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ പാർട്ടി കണ്ണിൽ പൊടിയിടുന്ന നടപടിയാണ് ജനങ്ങൾക്ക് മുന്നിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. കാരണം മുൻപ് ഇതേ കോൺഗ്രസ് തന്നെ സമാന രീതിയിൽ, അതായത് ആദ്യം ഈ ഓഡിയോകളും യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതും ഉൾപ്പെടെയുള്ള ഓഡിയോകളും ചാറ്റുകളും ഒക്കെ പുറത്തു വന്ന ആദ്യഘട്ടത്തിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതേ രാഹുലിനെ പാലക്കാട് കൊണ്ടുവന്ന് പാർട്ടി യോഗങ്ങളിൽ, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതിനൊക്കെ കയറൂരി വിട്ട അതേ കോൺഗ്രസ് വീണ്ടും ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണോ ഈ പാർട്ടി നടപടി എന്നൊക്കെ പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പാർട്ടിയുടെ ഭാഗമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ 2 ബലാത്സംഗ കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വീണ്ടും എത്തിയപ്പോൾ ബൊക്കെ നൽകിയാണ് സ്വീകരിക്കുന്നത്. അതിൽ നിന്ന് കോൺഗ്രസ് ഏതായാലും രാഹുലിൻ്റെ ഈ എല്ലാ തരത്തിലുള്ള സംരക്ഷണവും നൽകുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത് എന്ന് വേണം പറയാൻ. കാരണം ഒരു വശത്ത് നടപടി എടുത്തു എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തങ്ങൾ നല്ല പിള്ള ചമയുക, അതേസമയം മറുവശത്ത് എല്ലാ തരത്തിലുള്ള ഒത്താശയും രാഹുലിന് ചെയ്യുന്നതും ഇതേ പാർട്ടി തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശേഷം രാഹുൽ പൊങ്ങി, അതായത് കണ്ണാടിയിൽ നിന്ന് മുങ്ങി ഒടുവിൽ വോട്ട് ചെയ്യാൻ പാലക്കാട് എത്തിയിരിക്കുന്നു.
വളരെ ലാഘവത്തോടെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നിപ്പിക്കാനുള്ള പരിശ്രമമായിരുന്നു രാഹുലിൻ്റെ ഓരോ നീക്കത്തിലും പ്രതികരണത്തിലും കാണാനായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.